ഇന്ന് സെപ്റ്റംബർ 16 4 മലയാളം സിനിമകളുടെ OTT അപ്ഡേറ്റുകളും ഈ ആഴ്ചയിലെ സിനിമാ സീരീസുകളുടെ OTT അപ്ഡേറ്റുകളുമാണ് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ അപ്ഡേറ്റ് മലയാളം ഭാഷയിലടക്കം ലഭ്യമാകാൻ പോകുന്ന ഒരു തെലുങ്ക് ത്രില്ലർ മിസ്റ്ററി സീരീസ് ആണ് ദ മിസ്റ്ററി ഓഫ് മോക്ഷ ഐലൻഡ്. സീരീസ് സെപ്റ്റംബർ 20 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. ഹൊറർ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന തിയേറ്ററിൽ വിജയിച്ച മികച്ച അഭിപ്രായം നേടിയ ഡിമോണ്ട് കോളനി 2 എന്ന തമിഴ് സിനിമ സെപ്റ്റംബർ 27 ZEE5 OTT റിലീസ് ചെയ്യുമെന്ന് നേരത്തെ അൺഒഫീഷ്യൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ZEE5 സിനിമയുടെ ഒഫീഷ്യൽ OTT ഡേറ്റ് ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. അതുപ്രകാരം സിനിമ സെപ്റ്റംബർ 27 തന്നെ ZEE5 തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. നേരത്തെ സൺ ആൻഡ് നെക്സ്റ്റിലൂടെ സെപ്റ്റംബർ 20 OTT റിലീസ് ചെയ്യുമെന്ന് അൺഒഫീഷ്യൽ റിപ്പോർട്ടുണ്ടായ ലാൽ സലാം സിനിമയുടെ പുതിയ OTT അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. നേരത്തെ മിസ്സായ സിനിമയുടെ ഫുട്ടേജ് കിട്ടിയതായും സിനിമയുടെ തിയേറ്ററിൽ കണ്ടതിനേക്കാൾ കൂടുതൽ ദൈർഘ്യമുള്ള എക്സ്റ്റൻഡഡ് കട്ട് നെറ്റ്ഫ്ലിക്സിലൂടെ ഉടൻ വരും എന്നും കൂടെയാണ് റിപ്പോർട്ട്. നേരത്തെ ഫുട്ടേജ് മിസ്സായത് കൊണ്ടായിരുന്നു സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യാൻ താമസിച്ചിരുന്നത്. ഫുട്ടേജ് കിട്ടിയത് കൊണ്ട് തന്നെ സിനിമ ഇനി നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ഉണ്ടാകുന്നതാണ്. രജനീകാന്ത്, വിഷ്ണു വിശാൽ, വിക്രാന്ത് എന്നിവരൊക്കെ ചേർന്ന് അഭിനയിച്ച സ്പോർട്സ് ഡ്രാമ ഗണത്തിൽപ്പെടുന്ന തിയേറ്ററിൽ പരാജയപ്പെട്ട ഈ സിനിമ സെപ്റ്റംബർ 27 അല്ലെങ്കിൽ ഒക്ടോബർ 4 തീയതികളിൽ OTT റിലീസ് ചെയ്തേക്കുമെന്നും കൂടിയാണ് അൺഒഫീഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ട്. ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റിനായിട്ട് കാത്തിരിക്കാം. മികച്ച അഭിപ്രായം നേടാതെ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട കോമഡി മലയാളം സിനിമയാണ് ജലധാര പമ്പ് സെറ്റ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ സിനിമ ഇന്നലെ സെപ്റ്റംബർ 15 ജിയോ സിനിമാസിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ എങ്ങും മികച്ച അഭിപ്രായം നേടി ബോക്സ് ഓഫീസിൽ വിജയിച്ച് 40 കോടിക്ക് മേലെ കളക്ഷൻ നേടിയ മലയാളം സിനിമയാണ് വായ. ഒരു മാസം മുന്നേ തിയേറ്ററിലെത്തിയ ഈ സിനിമയുടെ OTT അവകാശങ്ങൾ ആമസോൺ പ്രൈം, മനോരമ മാക്സ്, സിംപ്ലി സൗത്ത് എന്നീ OTT പ്ലാറ്റ്ഫോമുകൾ സ്വന്തമാക്കിയേക്കുമെന്നാണ് റിപ്പോർട്ട്. സെപ്റ്റംബർ അവസാനത്തോടു കൂടി സിനിമ OTT റിലീസ് ചെയ്യാനാണ് സാധ്യത. അടുത്ത അപ്ഡേറ്റ് ആമസോൺ പ്രൈം OTT അവകാശം സ്വന്തമാക്കിയ മികച്ച അഭിപ്രായം നേടിയെങ്കിലും തിയേറ്ററിൽ വിജയിക്കാതെ പോയ ലെവൽ ക്രോസ് എന്ന സൈക്കോളജിക്കൽ ത്രില്ലർ മലയാളം സിനിമ ഒരാഴ്ച മുന്നേ ആമസോൺ പ്രൈമിയുടെ ഉടൻ വരുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സിനിമയുടെ OTT റിലീസ് ഈ ആഴ്ച ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. OTT പ്ലാറ്റ്ഫോം ആമസോൺ പ്രൈം ആയതുകൊണ്ട് തന്നെ സിനിമ സർപ്രൈസ് ആയിട്ട് ഒഫീഷ്യൽ പ്രഖ്യാപനമില്ലാതെ ആയിരിക്കും OTT റിലീസ് ചെയ്യുക. ഷൈജു കുറുപ്പ് മികച്ച വേഷത്തിലെത്തുന്ന ഫാമിലി ഡ്രാമ മലയാളം സിനിമയാണ് ഭരതനാട്യം. സിനിമ മനോരമ മാക്സിന്റെ ഒഫീഷ്യൽ OTT സൈറ്റിൽ കമ്മിങ് സൂൺ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഒക്ടോബർ ആദ്യ ആഴ്ചയിൽ തന്നെ സിനിമയുടെ OTT റിലീസ് ഉണ്ടാകുമെന്നും കൂടെയാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ട്. ഹൈ കാതൽ എന്നൊരു തമിഴ് റൊമാന്റിക് സിനിമ ഇപ്പോൾ ആഹാ തമിഴിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മികച്ച അഭിപ്രായം നേടിയ പഞ്ചായത്ത് എന്ന ഹിന്ദി കോമഡി സീരീസിന്റെ തമിഴ് റിമേക്കാണ് തലൈവെട്ടിയാൻ പാളയം. സീരീസിന്റെ എല്ലാ 8 എപ്പിസോഡുകളും ഈ വരുന്ന സെപ്റ്റംബർ 20 ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. ഡോപ്പമൈൻ എന്നൊരു തമിഴ് സിനിമയും സെപ്റ്റംബർ 20 സിംപ്ലി സൗത്തിലൂടെ ഓവർസീസിൽ തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. നിഖില വിമൽ ഒരു മികച്ച റോളിൽ എത്തിയ വായൈ എന്ന മികച്ച അഭിപ്രായം നേടിയ തമിഴ് സിനിമ സെപ്റ്റംബർ 27 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുമെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ട്. ജിയോ സിനിമാസിലൂടെ ഡയറക്റ്റ് OTT ആയി എത്തുന്ന ഹിന്ദി കോമഡി സിനിമയാണ് ജോ തെരാ ഹേ വോ മേരാ ഹേ. സെപ്റ്റംബർ 20 സിനിമ ജിയോ സിനിമാസിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. നവാസുദ്ദീൻ സിദ്ദിഖ് നായകനാകുന്ന അദ്ഭുത് എന്ന ഹൊറർ ത്രില്ലർ ഹിന്ദി സിനിമ സോണി മാക്സ് എന്ന TV ചാനലിലൂടെ ഇന്നലെ രാത്രി 8 മണിയോടെ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. സിനിമയുടെ HD TV പതിപ്പ് ഇപ്പം മുതൽ ലഭ്യമാണ്. സ്ട്രേഞ്ചേഴ്സ് എന്ന ഇറ്റാലിയൻ സിനിമയുടെ റീമേക്കായി എത്തിയ ബോളിവുഡിലെ വലിയ താരനിലയുള്ള കോമഡി സിനിമയാണ് കേൽ കേൽ മെയിൻ. തിയേറ്ററിൽ പരാജയപ്പെട്ട ഈ സിനിമ ഒക്ടോബർ 2 ആഴ്ച നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുമെന്നാണ് നിലവിലുള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ട്. ദിൽജിത്ത് ദോസാഞ്ച് നായകനാകുന്ന കോമഡി റൊമാന്റിക് പഞ്ചാബി സിനിമയാണ് ജട്ട് ആൻഡ് ജൂലിയറ്റ് 3. ചൗപ്പൽ OTTയിലൂടെ സെപ്റ്റംബർ 19 പഞ്ചാബി ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. തിയേറ്ററിൽ പരാജയപ്പെട്ട ആക്ഷൻ ഡ്രാമ തെലുങ്ക് സിനിമയാണ് തിരക്കബദ്ധാര സ്വാമി. സെപ്റ്റംബർ 19 ആഹാ തെലുങ്കിലൂടെ സിനിമ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. സബാത്തലു എന്നൊരു തെലുങ്ക് സിനിമയും സെപ്റ്റംബർ 19 ETV വിന്നിലൂടെ OTT റിലീസ് ചെയ്യും. തെലുങ്കിൽ നിന്നുമുള്ള കോമഡി സിനിമയാണ് മാരുതി നഗർ സുബ്രഹ്മണ്യം. സെപ്റ്റംബർ 20 ആഹാ തെലുങ്കിലൂടെ തെലുങ്ക് ഭാഷയിൽ സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. ഹോളിവുഡ് ഫാമിലി മെലോ ഡ്രാമ സിനിമയാണ് ഹിസ് 3 ഡോക്ടേഴ്സ്. സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ സെപ്റ്റംബർ 20 തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. അടുത്തതും ഹോളിവുഡ് സിനിമയാണ് ക്രൈം ത്രില്ലർ ആന്തോളജി ഗണത്തിൽപ്പെടുന്ന മോൺസ്റ്റേഴ്സ് എന്ന സിനിമ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ സെപ്റ്റംബർ 19 OTT റിലീസ് ചെയ്യും. അടുത്ത അപ്ഡേറ്റ് ആണ് അഗത ആൾ അലോങ് എന്ന പുതിയ മാർവലിന്റെ സീരീസ്. ആക്ഷൻ അഡ്വഞ്ചർ മിസ്റ്ററി ഗണത്തിൽപ്പെടുന്ന ഈ സീരീസിന്റെ ആദ്യ 2 എപ്പിസോഡ് സെപ്റ്റംബർ 18 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. സീരീസ് മൊത്തത്തിൽ 9 എപ്പിസോഡാണുള്ളത്. ബാക്കി 7 എപ്പിസോഡുകൾ എല്ലാ ആഴ്ചയിലും ബുധനാഴ്ച ഓരോന്നായിട്ട് OTT റിലീസ് ചെയ്യും. പുതിയ ഇംഗ്ലീഷ് ക്രൈം ഡ്രാമ സീരീസ് ആണ് പെങ്കിൻ. സെപ്റ്റംബർ 20 ജിയോ സിനിമാസിലൂടെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ബംഗാളി, മറാത്തി ഭാഷകളിൽ സീരീസ് OTT റിലീസ് ചെയ്യുന്നതാണ്. സിൽവസ്റ്റർ സ്റ്റാലോൺ നായകനാകുന്ന
തുൾസ കിങ് എന്ന ആക്ഷൻ റൊമാൻറ്റിക് ഡ്രാമ സീരീസിന്റെ 10 എപ്പിസോഡുള്ള രണ്ടാമത്തെ സീസന്റെ ആദ്യ എപ്പിസോഡ് ഈ ആഴ്ച പാരാമൗണ്ട് പ്ലസിലൂടെ ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ബാക്കി എപ്പിസോഡുകൾ ഓരോ ഞായറാഴ്ചയും ഓരോന്നായിട്ട് പുറത്തുവിടുന്നതാണ്. ഹൈ പൊട്ടൻഷ്യൽ എന്ന ഇംഗ്ലീഷ് ക്രൈം കോമഡി മിസ്റ്ററി ഡ്രാമ സീരീസ് നാളെ രാത്രിയോടെ സെപ്റ്റംബർ 17 ABC ഹുളു പ്ലാറ്റ്ഫോമുകളിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ചൈനീസ് റൊമാൻറ്റിക് കോമഡി ഡ്രാമ സീരീസാണ് യു ആർ മൈ ഡെസ്റ്റിനി. സീരീസിന്റെ ഹിന്ദി ഡബ്ഡ് വേർഷൻ ഇന്നലെ മുതൽ യൂട്യൂബിലൂടെ റിലീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സിംഗപ്പൂരിയൻ കോമഡി ഡ്രാമ റൊമാൻറ്റിക് സീരീസാണ് ലവ് അറ്റ് ഫസ്റ്റ് ബൈറ്റ്. സീരീസ് ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെയും ആമസോൺ മിനി ടിവിയിലൂടെയും ഹിന്ദി, തമിഴ്, തെലുങ്ക്, സിംഗപ്പൂരിയൻ ഭാഷകളിൽ കാണാവുന്നതാണ്. കൊറിയൻ റൊമാൻറ്റിക് കോമഡി സീരീസാണ് ലോൺലി ഇനഫ് ടു ലവ്. ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ എയർടെൽ എക്സ്ട്രീമിലൂടെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്.